ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഷാലിമ. അപ്പൊ എല്ലാവരും തന്നെ ഡ്രൈവർ എക്സാമുകൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളൊരു എക്സാമിന് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് അതിന്റെ സിലബസ് നോക്കണം. സിലബസ് നോക്കിയിട്ട് നമുക്കിപ്പോൾ അറിയാം നമ്മുടെ SCRT ടെസ്റ്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് PSC എക്സാമുകൾക്ക്. അപ്പോൾ നമ്മൾ സിലബസുമായിട്ട് കണക്ട് ആയിട്ട് വരുന്ന അതിൽ പഠിക്കേണ്ട SCRT ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പഠിക്കേണ്ട ഹിസ്റ്ററിയും ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട SCRT ടെസ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കേരളം, അപ്പോൾ ഫസ്റ്റ് ഹിസ്റ്ററിയിൽ നമുക്കറിയാം നമുക്ക് കേരള ഹിസ്റ്ററി പഠിക്കാനുണ്ടാവും, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാനുണ്ടാവും, അതുപോലെ വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട് അല്ലെ. നമ്മുടെ സിലബസിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന SCRT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 7ാം ക്ലാസ്സിൽ നാലാമത്തെ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ 7ാം ക്ലാസ്സിൽ 4ാമത്തെ ചാപ്റ്റർ അത് അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. ഓക്കെ, അത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ചാപ്റ്റർ 8 പഠിക്കണം, കേരളം ആധുനികതയിലേക്ക്. ആ ഒരു ചാപ്റ്ററും ആണ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള SCRT ചാപ്റ്റർ. ഓക്കെ, അടുത്ത് വരുന്നത് നമുക്ക് ഇന്ത്യ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതും ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ് നോക്കേണ്ടത്. അത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 നോക്കണം. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്ത് നിൽപ്പുകളും. ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്ത് നിൽപ്പുകളും. അത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ ആണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്ത് നിൽപ്പുകളും. ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, അത് എന്തായാലും വായിച്ചു നോക്കണം കേട്ടോ. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ പഠിക്കണം. അതെന്താണ്? സംസ്കാരവും ദേശീയതയും. ആ ഒരു ചാപ്റ്റർ പഠിക്കണം. മറ്റേതിന്റെ അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും ഇതും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, പിന്നെ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററും ഇമ്പോർട്ടന്റ് തന്നെയാണ്, സമരവും സ്വാതന്ത്ര്യവും. അതും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ തന്നെയാണ്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും സമരവും സ്വാതന്ത്ര്യവും. പിന്നെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പോൾ ഇത്രയും ചാപ്റ്റർ ആണ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. ഒന്ന് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, സംസ്കാരവും ദേശീയതയും, സമരവും സ്വാതന്ത്ര്യവും, അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അതുപോലെ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട SCRT ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട SCRT ചാപ്റ്റേഴ്സ് നമുക്കറിയാം. നമുക്ക് 10ാം ക്ലാസ്സിലെ ആ ഫസ്റ്റ് വരുന്ന ആ 2 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ PSC എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ്. അതിലെ ഏതാണ്? ഫസ്റ്റ് ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഓക്കെ, അപ്പൊ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫസ്റ്റിൽ വരുന്നത് എന്താണ്? ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അതിൽ നമുക്ക് റെവല്യൂഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അമേരിക്ക റെവല്യൂഷൻസ്, ഇംഗ്ലണ്ടിലെ റെവല്യൂഷൻ, പിന്നെ എന്താണ് ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, അങ്ങനെയുള്ള റെവല്യൂഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നത് ആ ഒരു ചാപ്റ്ററിലാണ്. 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അതെന്താണ്? ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അത് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കേട്ടോ. പിന്നെ 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററും ഇമ്പോർട്ടന്റ് തന്നെയാണ്, ലോകം 20ാം നൂറ്റാണ്ടിൽ. അതും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അപ്പൊ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആണ്. 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ലോകം 20ാം നൂറ്റാണ്ടിൽ. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് നമുക്ക് പഠിക്കേണ്ട എന്തൊക്കെയാണ്? 2 ചാപ്റ്റർ മാത്രമേ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അത് ഫസ്റ്റ് എന്താണ്? ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അത് 10ാം ക്ലാസ്സിൽ തന്നെയാണ്. പിന്നെ 10ാം ക്ലാസ്സിലെ അടുത്ത ചാപ്റ്റർ ലോകം 20ാം നൂറ്റാണ്ടിൽ. അതും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. അപ്പോൾ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയും ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. ഓക്കെ, പിന്നെ നമുക്ക് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കേണ്ടത്? ജോഗ്രഫി ഇതുപോലെ തന്നെ കേരള ജോഗ്രഫിയും നമുക്ക് പഠിക്കാനുണ്ട്, ഇന്ത്യൻ ജോഗ്രഫിയും പഠിക്കാനുണ്ട്, വേൾഡ് ജോഗ്രഫിയും പഠിക്കാനുണ്ട്. അപ്പൊ ജോഗ്രഫി എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ജോഗ്രഫി എന്നൊക്കെ കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡീപ്പായിട്ട് തന്നെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് നല്ലൊരു അറിവുണ്ടായിരിക്കണം. അപ്പൊ സ്കൂൾ ടെസ്റ്റ് ഓരോ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ ടെസ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കണം. ഒരു 2 പ്രാവശ്യമെങ്കിലും സ്കൂൾ ടെസ്റ്റ് വായിച്ചു നോക്കിയാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് തെറ്റിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ സ്കൂൾ ടെസ്റ്റിന്റെ വായന ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ PSC എക്സാമുകൾക്കൊക്കെ സ്കൂൾ ടെസ്റ്റ് നന്നായിട്ട് തന്നെ വായിച്ചു നോക്കണം. അപ്പോൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3
കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുവാൻ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 പഠിക്കണം. എന്താണ്? കേരളം മണ്ണും മഴയും മനുഷ്യനും. കേരളം മണ്ണും മഴയും മനുഷ്യനും. അത് 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ആണ് കേരളം മണ്ണും മഴയും മനുഷ്യനും. അതിൽ തന്നെ നമുക്ക് കേരള ജോഗ്രഫി ആയിട്ട് പഠിക്കുകയാണെങ്കിൽ കേരളത്തെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പഠിക്കണം. അപ്പോൾ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ കേരളത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് അത് പഠിക്കണം. അതുപോലെ എത്ര മുതൽ എത്ര വരെയുള്ള ആ ഒരു ഇതിലാണ് എത്ര മീറ്റർ, അങ്ങനെയാണ് ഇടനാടിന്റെ സൈസ്, മലനാടിന്റെ സൈസ്, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കും. അതുപോലെ ഈ മലനാട്ടിലൊക്കെ ഏതൊക്കെയാണ് കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ, അതൊക്കെ കുറിച്ചൊക്കെ ജസ്റ്റ് നമുക്ക് അവബോധം ഉണ്ടാവണം. അതുപോലെ തന്നെ കേരള റിവേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ കേരളത്തിലെ നദികൾ പറയുവാണെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ എത്ര നദികളാണുള്ളത്? 44 നദികളുണ്ട് അല്ലെ? കേരളത്തിൽ 44 നദികളുണ്ട്. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്ര, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്ര എന്നൊക്കെ ചോദിക്കും. അതിൽ തന്നെ അതിലെ പോഷക നദികളെ കുറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ ആ ഒരു നദികളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ കൂടുതലായിട്ട് നോക്കേണ്ടത് ആ ഒരു കേരളത്തിലെ നദികൾ, ആ ഒരു ഭാഗം ഒന്ന് നോക്കണം കേരള ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 44 നദികളാണ്. അതിലെ എത്ര എണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്നത് നമുക്കറിയാം അല്ലെ? കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ്? 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 3 നദികൾ? കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പോലെ പാമ്പാർ. അപ്പോൾ കേരളത്തിൽ 44 നദികളുണ്ട്. അതിൽ കിഴക്കോട്ട് ഒഴുകുന്നത് 3 നദികളാണ്. കബനിയും ഭവാനിയും പാമ്പാറും ആണ് കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ. അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? അപ്പൊ എത്രയാണ്? 41 നദികൾ എന്ത് ചെയ്യുന്നു? പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. പിന്നെ നമുക്ക് അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് നമുക്ക് നാഷണൽ വാട്ടർ വേയിലേക്ക്. അത് കുറെ പ്രാവശ്യം എനിക്ക് തോന്നുന്നു നാഷണൽ വാട്ടർ വേ 3 നമുക്കറിയാം. കേരളത്തിലെ നാഷണൽ വാട്ടർ വേ ആണ് അല്ലെ? നാഷണൽ വാട്ടർ വേ 3. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറുണ്ട്. അപ്പൊ ആ ഒരു നാഷണൽ വാട്ടർ വേ 3 അതൊക്കെ നമ്മുടെ സ്കൂൾ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഉത്തര മഹാസമുദ്രത്തിന്റെ പ്രദേശം, ആ ഒരു ഭാഗം, അതുപോലെ ഇന്ത്യയിലെ നദികൾ, അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ പീഠഭൂമി പ്രദേശം, അങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി ആയിട്ട് പറയുവാണെങ്കിൽ 9ാം ക്ലാസ്സിൽ നമുക്കറിയാം 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ സ്കൂൾ ടെസ്റ്റ് മാറിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ പുതിയ സ്കൂൾ ടെസ്റ്റ് ആണ്. അപ്പോൾ ഈ പുതിയ സ്കൂൾ ടെസ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് PSC ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് PSC എക്സാമിനൊക്കെ പുതിയ സ്കൂൾ ടെസ്റ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ പുതിയ മാറിയ സ്കൂൾ ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 രണ്ടാമത്തെ ചാപ്റ്റർ അത് എന്താണ്? വിശാല സമതല ഭൂവില്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, ദ്വീപുകൾ എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. അതിൽ തന്നെ ഈ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങൾ അത് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ കാരക്കോറും ലഡാക്കും സസ്കറും ഒക്കെ എന്താണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അതുപോലെ ഹിമാലയത്തിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നത് ഹിമാദ്രി, ഹിമാചലും സിവാലിക്കും ഒക്കെ ഹിമാലയത്തിന്റെ ഭാഗമാണ്. അതുപോലെ പൂർവാചൽ, ഈ പൂർവാചൽ എന്ന് പറയുന്നത് എന്താണ്? കിഴക്കൻ മലനിരകളെയാണ് പൂർവാചൽ എന്ന് പറയുന്നത്. ഈ പൂർവാചലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പത്കായിബും, നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ, ഖാരോ ഖാസി, ജയന്തിയ കുന്നുകൾ. അതുപോലെ തന്നെ ഇതൊക്കെ പഴയ ടെസ്റ്റിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. ഈ പുതിയ ടെസ്റ്റില് മണിപ്പൂർ കുന്നുകളൊക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കണേ. അപ്പൊ അതിന്റെ ഭാഗമാകാത്ത എന്താണ്, അപ്പൊ നമുക്ക് അല്ലാത്ത എന്താണ്, അപ്പൊ അങ്ങനെയുള്ള നമുക്ക് കാരക്കോറം ഏത് ഹിമാലയത്തിന് എന്തിന്റെ ഭാഗം, അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ് കാരക്കോറം. ഓക്കെ, അപ്പൊ ഉത്തരപർവ്വത മേഖലയുടെ ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരക്കോറം എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ട്രാൻസ് ഹിമാലയത്തിനും. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ സ്കൂൾ ടെസ്റ്റ് നല്ലതായിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ് 9 ചാപ്റ്റർ 2 വിശാല സമതല ഭൂവില്. പിന്നെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 നമ്മൾ പഠിക്കണം. എന്താണ്? ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം പഠിക്കണം. പിന്നെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ.
പിന്നെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് അതിൽ തന്നെയാണ് ഈ സാമ്പത്തിക ഭൂമിശാസ്ത്രം ആ ഒരു ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യയും ഭയങ്കര ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ആ 2 ചാപ്റ്റേഴ്സും ഒരിക്കലും സ്കിപ്പ് ചെയ്ത് വിടരുത്. അത് ജോഗ്രഫി പഠിക്കുമ്പോൾ, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ ആ 2 ചാപ്റ്റേഴ്സ് നന്നായിട്ട് തന്നെ പഠിക്കണം. ഇതിൽ തന്നെയാണ് നമുക്കറിയാം ഈ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗത്താണ് നമ്മുടെ വിളകളൊക്കെ, റാബി വിളകൾ, ഖാരിഫ് വിള, അങ്ങനെ അതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ വിളകളൊക്കെ ഭാഗങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ നാഷണൽ വാട്ടർ വേ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ ഭാഗമൊക്കെ അവിടെ പഠിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 വിശാല സമതല ഭൂവില്, പിന്നെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, ക്ലാസ് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ, പിന്നെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം. വേൾഡ് ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ ക്ലാസ് 6 ചാപ്റ്റർ 6, ഓക്കെ, അതിലെ ഏതാണ് വൈവിധ്യങ്ങളുടെ ലോകം ആ ഒരു ചാപ്റ്റർ വായിക്കണം. ക്ലാസ് 7 ചാപ്റ്റർ 9 ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. അപ്പോൾ ഭൂപടങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ചാപ്റ്ററും പഠിക്കണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ PSC എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ഭൗമ രഹസ്യങ്ങൾ തേടി. ഈ ഒരു ചാപ്റ്ററിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചും, നമ്മൾ ഭൂവൽക്കം, മാൻഡില്, അകക്കാമ്പ്, പുറക്കാമ്പ്, അങ്ങനെയുള്ള ഭാഗങ്ങളിലെ അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നൊക്കെ ഡീപ്പായിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്റർ പഠിച്ചു വെക്കാം. പിന്നെ 8ാം ക്ലാസ്സിൽ തന്നെ 6ാമത്തെ ചാപ്റ്റർ ഭൂപടങ്ങൾ വായിക്കാം. ആ ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ നമ്മുടെ ഭൂമിയുടെ പുതപ്പ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആട്ടോ. നമ്മുടെ ഭൗമരഹസ്യങ്ങൾ തേടി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ് ഭൂമിയുടെ പുതപ്പ്. അതും 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ആണ്. ഈ ഭൂമിയുടെ പുതപ്പിലാണ് നമ്മുടെ അന്തരീക്ഷത്തെ കുറിച്ചൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഭാഗങ്ങൾ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു ഭാഗങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഈ ഒരു ഭൂമിയുടെ പുതപ്പ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ എർത്ത് സർഫേസിനോട്, ഭൗമോപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ ഭാഗം ഏതാണ്? നമ്മുടെ ട്രോപ്പോസ്ഫിയർ ആണ് അല്ലെ. അതിൽ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം, മഴ, മഞ്ഞ്, കാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അനുഭവപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയറിലാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അപ്പൊ ആ ഒരു ചാപ്റ്റർ, അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ 2 ചാപ്റ്റർ ബാക്കിയൊന്നും പഠിച്ചില്ലെങ്കിലും ഈ 2 ചാപ്റ്റർ ഭൗമരഹസ്യങ്ങൾ തേടിയ ഭൂമിയുടെ പുതപ്പ് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം. അതിൽ നിന്നൊക്കെ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ പോലീസ് ഡ്രൈവർ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സൗജന്യ ഏകദിന സെമിനാർ, ഒന്നുകൂടി പറയുകയാണിത്. അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ പോലീസ് ഡ്രൈവർ എക്സാം എഴുതുന്നവർക്ക് വേണ്ടി സൗജന്യ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഡേറ്റ് ഡിസംബർ 29ാം തീയതിയാണ്, ഞായറാഴ്ചയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയുള്ള സമയമായിരിക്കും അല്ലെ. അപ്പോൾ ഞായറാഴ്ചയാണ്, ഡിസംബർ 29ാം തീയതി. 1 ഡേ ഫ്രീ ഓഫ്ലൈൻ ക്ലാസ് ആയിരിക്കും. ഓഫ്ലൈൻ ക്ലാസ് ആണ് കേട്ടോ, ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ക്ലാസ് ആണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കർ കാക്കനാട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണ്. അപ്പോൾ പ്രഗത്ഭരായ അധ്യാപകരെല്ലാം ഉണ്ട്. നിയാസ് സാറ്, രാഹുൽ സാറ്, ഫാരിസ് സാറ്, ഷൈജു സാറ്, സഞ്ജയ് സാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും. ഈ എക്സാം എങ്ങനെ, ആദ്യമായിട്ടൊക്കെ എക്സാം എഴുതുന്നവരുണ്ടാവും. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട ഗൈഡൻസ് തരാനും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് അല്ലെ. ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഐഡിയ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇവർക്ക് ഈ എക്സാമിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസ് തരാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ്സിൽ, ഈ ഡിസംബർ 29ാം തീയതി നടക്കുന്ന ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, ഒരു രജിസ്ട്രേഷൻ ഫോം, ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. അതിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ എൻട്രി ചെയ്യുക. ഓക്കെ, നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു നഷ്ടമാവില്ല. അത്രയ്ക്കും നല്ലൊരു ക്ലാസ് ആയിരിക്കും ഈ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും തന്നെ മറന്നു പോരുത്. ഡിസംബർ 29ാം തീയതിയാണ്, കാക്കനാടാണ്, സൺഡേ ആണ്, ഓഫ്ലൈൻ ക്ലാസ് ആണ്. അപ്പൊ എല്ലാവരും തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക്
അടുത്തത് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 12 ഭൂമിയിലെ ജലം, അതും ജസ്റ്റ് വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ലോകത്തിന്റെ നെറുകയില്, ആ ഒരു ഞാൻ പറഞ്ഞില്ലേ മാറിയ സ്കൂൾ ടെസ്റ്റ് ആണ് അല്ലെ 9ാം ക്ലാസ്സിൽ. അപ്പൊ മാറിയ സ്കൂൾ ടെസ്റ്റിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നമ്മുടെ PSC എക്സാമുകൾക്ക്. അപ്പോൾ ആ ഒരു ഭാഗവും നിങ്ങൾ നോക്കണം. പിന്നെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ഋതുഭേദങ്ങളും സമയവും ചാപ്റ്റർ നോക്കണം കേട്ടോ. ഋതുഭേദങ്ങളും സമയവും അതും ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ തന്നെയാണ്. പിന്നെ കാറ്റിന്റെ ഉറവിടം തേടി 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ആണ് കാറ്റിന്റെ ഉറവിടം തേടി. അപ്പൊ ഇതില് ഞാൻ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഋതുഭേദങ്ങളും സമയവും കാറ്റിന്റെ ഉറവിടം തേടി, ആ 2 ചാപ്റ്റർ. ബാക്കി ചാപ്റ്റർ പഠിക്കേണ്ടതെന്നല്ല, നിങ്ങൾ ഇത് 2 ചാപ്റ്റർ ഒരിക്കലും സ്കിപ്പ് ചെയ്ത്. ഞാൻ ആദ്യം പറഞ്ഞ ജോഗ്രഫിയിലെ ചാപ്റ്ററിലെ ഭൂമിയുടെ പുതപ്പും ഭൗമരഹസ്യങ്ങൾ തേടി, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഋതുഭേദങ്ങളും സമയവും കാറ്റിന്റെ ഉറവിടം തേടി, ആ 4 ചാപ്റ്റർ. മറ്റ് ചാപ്റ്റേഴ്സ് അഥവാ സ്കിപ്പ് ചെയ്ത് വിട്ടാലും ഈ 4 ചാപ്റ്റേഴ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കണേ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും ഇതിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആ ഒരു ചാപ്റ്റേഴ്സ്. ഹിസ്റ്ററി ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഇത്രയുമാണ്. ഇനി നമുക്ക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഇതിലേതാണെന്ന് തിരിച്ചറിയുക. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ, മിതോഷ്ണ മേഖലാ കാലാവസ്ഥ, ശീതോഷ്ണ മേഖലാ കാലാവസ്ഥ. അപ്പോ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏത് കാലാവസ്ഥയാണ്? ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്താണ്? ട്രോപ്പിക്കൽ കൺട്രി ആണ് അല്ലെ, ഉഷ്ണമേഖല കൺട്രി ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ചോദിച്ചാൽ ഏത് കാലാവസ്ഥയാണ്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, 1 മാത്രമാണ്. അപ്പൊ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ. അപ്പൊ നമുക്ക് മൺസൂണിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ മഴക്കാലം ഏതൊക്കെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ഉണ്ട്, വടക്ക് കിഴക്കൻ മൺസൂണും ഉണ്ട് അല്ലെ. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മഴക്കാലത്താണെന്ന് ചോദിച്ചാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏത് മഴക്കാലത്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ ാണ് അല്ലെ. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ആ ഒരു പീരീഡ്. അപ്പൊ വേറെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഇടവപ്പാതി, കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്ന മൺസൂൺ ഏതാണ്? നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈമാണ്, ജൂൺ മുതൽ ആ ഒരു ടൈമാണ് അല്ലെ, അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അപ്പൊ ഭയങ്കര മഴയാണ്. അതുപോലെ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നൊക്കെ അറിയപ്പെടുന്ന മൺസൂൺ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. തുലാവർഷം, വൈകുന്നേരങ്ങൾ ഇടിയോടുകൂടിയ മഴയാക്കുക, തുലാവർഷത്തിന്റെ പ്രത്യേകതയാണ്. അത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമാണ്. അപ്പൊ ഈ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ ടൈം എന്ന് വെച്ചാൽ ഒക്ടോബർ ടു നവംബർ ആണ്. മറ്റേത് തെക്ക് പടിഞ്ഞാറാണെങ്കിൽ ജൂൺ ടു സെപ്റ്റംബർ ആണെങ്കിൽ വടക്ക് കിഴക്കിനാണ് എപ്പോഴാണ്? ഒക്ടോബർ മുതൽ നവംബർ മാസമാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് അറിയപ്പെടുന്നു. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. അടുത്തത് എക്കൽ മണ്ണിന്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്ന് കണ്ടെത്തുക. അലിയുന്ന ലവണങ്ങൾ ഈ മണ്ണിൽ കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിനമാണിത്. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖാദർ എന്നാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ്? ഇതിന്റെ ആൻസർ വരുന്നത് എക്കൽ മണ്ണിന്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് അല്ലെ. അപ്പൊ അലിയുന്ന ലവണങ്ങൾ ഈ മണ്ണിൽ കാണപ്പെടുന്നു, തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിനമാണ്, ശരിയാണ് അല്ലെ. പഴയ എക്കൽ മണ്ണ് ഖാദർ എന്നറിയപ്പെടുന്നു, തെറ്റാണ്. അപ്പോൾ അലിയുന്ന ലവണങ്ങൾ ഈ മണ്ണിൽ കാണപ്പെടുന്നു, തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിനമാണ് എക്കൽ മണ്ണ് എന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ ഒരു 42% എന്ത് കാണപ്പെടുന്നു? എക്കൽ മണ്ണ് കാണപ്പെടുന്നു. നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണാണ്. അപ്പൊ പുതിയ എക്കൽ മണ്ണ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? പുതിയ എക്കൽ മണ്ണ്, പുതിയതും ഫലഭൂഷ്ടമായ എക്കൽ മണ്ണ് ഖാദർ എന്നറിയപ്പെടുന്നു. പുതിയതാണ് അല്ലെ, ഖാദർ പുതിയതും ഫലഭൂഷ്ടിയുള്ളതുമായ എക്കൽ മണ്ണ് ഖാദർ എന്നറിയപ്പെടുന്നു. അപ്പൊ പഴയ എക്കൽ മണ്ണ്, പഴയതും ഫലഭൂഷ്ടി കുറഞ്ഞതുമായ എക്കൽ മണ്ണ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഫംഗർ എന്നറിയപ്പെടുന്നു. പഴയ എക്കൽ മണ്ണ് ഫംഗർ, പുതിയ എക്കൽ മണ്ണ് ഖാദർ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 1, 3 തെറ്റാണ്. ഓപ്ഷൻ സി തെറ്റാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അല്ലെ, ഒരെണ്ണം മാത്രമേ ശരിയായിട്ടുള്ളൂ.
അടുത്തത് നമുക്ക് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെന്ന് കണ്ടെത്താനെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിയത് ലാഹോറിലെ ലേവി നദിക്കരയിലാണ്. അത് ശരിയാണ്. ഓക്കെ. അതുപോലെ 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് പ്രതിനിധികൾ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞു. കറക്റ്റ് ആണ്. 1908 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചു. അത് തെറ്റാണ് അല്ലെ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവന ശരിയായത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. 1ഉം 2ഉം ശരിയാണ്. ഓക്കെ. അപ്പൊ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിയത് ലാഹോറിലെ ഏത് നദിക്കരയിലാണ്? ലാഹോർ ദേവി നദിക്കരയിലാണ്. അത് ശരിയാണ്. അതുപോലെ 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ചാണ് കോൺഗ്രസ് എന്തായിട്ട് ഡിവൈഡ് ആയത്? മിതവാദികളെന്നും തീവ്രവാദികളെന്നും കോൺഗ്രസ് രണ്ടായിട്ട് വേർപിരിഞ്ഞത്. അത് രണ്ടും ശരിയാണ്. 1908 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയത്. അത് എന്താണ്? തെറ്റാണ്. അപ്പോൾ നമ്മളുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ക്രിസ്മസിന് ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ അപ് ടു 30% ഓഫർ എല്ലാ PSC കോഴ്സുകൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു അവസരം മിസ്സാക്കി കളയരുത്. നമ്മുടെ കോഴ്സുകളായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ്, ഫയർമാൻ ഡ്രൈവർ, പോലീസ് ഡ്രൈവർ കോംബോ ബാച്ച്, അങ്ങനെയുള്ള ദേവസ്വം ബോർഡ്, PSC ഹരിശ്രീ, 10th പ്രിലിംസ്, CPO, WCPO, ഫയർമാൻ, സബ് ഇൻസ്പെക്ടർ, ഇങ്ങനെയുള്ള എല്ലാ PSC കോഴ്സുകൾക്കും അപ് ടു 30% ഓഫർ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ഓഫർ ആണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു ചാൻസ് മിസ്സാക്കി കളയാതെ എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മുടെ കോഴ്സുകളെല്ലാം ആപ്പിൽ റെക്കോർഡ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ് ഉണ്ടാവും, സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ടാവും. അതുപോലെ എല്ലാത്തിന്റെയും PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. കൂടുതൽ എക്സാമുകൾ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു 30% അപ് ടു 30% ആ ഒരു ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കാണുക. ഞാനിന്ന് പറഞ്ഞ SCRT പോർഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ കൂടുതൽ SCRTയിൽ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യുക. ഓക്കെ. അപ്പൊ വീണ്ടും വേറൊരു ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു.